ശുദ്ധമായ റജബ് മാസമാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഈ റജബ് മാസത്തിൻ്റെതാകുന്ന അവസാന വാരത്തിലാണ്, റജബ് 27 രാവിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയി നിസ്കാരം എന്ന മഹനീയമായ കർമ്മത്തെ പ്രവാചകന്റെ തൃക്കരം നൽകി ആ സമ്മാനം നൽകിയിട്ട് നമ്മളിലേക്ക് തിരിച്ചുവിട്ടത് അത് ഈ പരിശുദ്ധമായ മാസമാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ വന്ന അപാകതകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. സഹോദരിമാർ ശ്രദ്ധിക്കൻ. നിസ്കാരത്തിൽ വന്നതാകുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ട ഒരു സമയം. കഴിഞ്ഞ ഒരു വർഷം മുതലേക്ക് ഇതുവരെ ഏതെല്ലാം നമസ്കാരങ്ങൾ ഖളായിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധീകരിച്ച് റമളാനിന് മുമ്പ് ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു സമയം കൂടിയാണ്. റജബ് എന്ന വാക്ക് തർജീബ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതിന്റെ മൂലപദം തർജീബ് എന്നാണ്. തർജീബിന് തഅലീം, ബഹുവചനം, ബഹുമാനം എന്നർത്ഥമുള്ളതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഒരുങ്ങി തയ്യാറാവുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരുങ്ങി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എങ്ങനെ? നിസ്കാരം കറക്റ്റാക്കുക, കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയിട്ടുള്ളതാകുന്ന നോമ്പുകളൊക്കെ ഈ റമളാനിന് മുമ്പായിട്ട് പിടിച്ചു വീട്ടുക. ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടത്തിലൊക്കെ ചില നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാവും, അതൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കുക. നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാകും, നിസ്കാരമല്ല നോമ്പ് പോയിട്ടുണ്ടാവും, അശുദ്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പിടിക്കാൻ പറ്റാതായിട്ടുള്ള നോമ്പുകൾ ഉണ്ടാവും, റമളാനിലെ നിർബന്ധമായ നോമ്പ്, അതൊക്കെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് പിടിച്ചു വിട്ടുക. 6 നോമ്പ് 7 നോമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷമുള്ളതാകുന്ന നോമ്പുകൾ തന്നെ പലപ്പോഴും പല സഹോദരിമാർക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി. എന്നാൽ ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഇന്ന് ളുഹറിന് ശേഷം കുളിച്ചു, ഉദാഹരണം പറയാൻ, ഒരു സഹോദരി കുളിച്ച് റെഡിയായി, അശുദ്ധിയുടെ ഘട്ടാൻ, സാധാരണ ഇതിലുള്ള കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, അസറിന് മുമ്പായിട്ട് എന്തായി? അശുദ്ധി മാറി ശുദ്ധിയായിട്ടുണ്ട്. ഇനി ഒരു കുളി കൂടെ കുളിക്കാൻ പറ്റൂല. ഇപ്പൊ ശബറിന്റെ അടി അരമണിക്കൂർ നിന്നിട്ട് വന്നയാണ്, ഇനിയിപ്പോ നാളെ നോക്കാം. പറ്റൂല. ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കൽ നിർബന്ധമാണ്. തൊട്ടു മുമ്പുള്ള നിസ്കാരം കൂടി മടക്കണമെന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അഥവാ ളുഹർ കൂടി മടക്കൽ നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അസറിന് മുമ്പ് ശുദ്ധിയായതാണ്. അസർ നിസ്കരിക്കാനുള്ള ഒരു സമയം കൂടി അവക്കുണ്ട് എങ്കിൽ എന്തുകൂടി നിസ്കരിക്കണം? ളുഹർ കൂടി ഖളാ വീട്ടി നിസ്കരിക്കണം. അതാണ് പ്രബലമായ അഭിപ്രായം. നമ്മളിൽ എത്ര സഹോദരിമാരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെന്താ നിസ്കരിക്കുക? ഇനിയിപ്പോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏതായി അസർ ബാങ്ക് കുളിച്ചു, എന്നാൽ പിന്നെ അസർ നിസ്കരിക്കുക. അങ്ങനെയല്ല, ശുദ്ധിയായ ഘട്ടത്തിലുള്ളതാകുന്ന ആ വഖത്തുകൂടി പരിഗണിക്കണമെന്നാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം. സഹോദരിമാരിതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം റിസ്ഖ് നൽകാം, നിങ്ങൾ 5 വഖത്ത് നിസ്കാരം ഉറപ്പുപോലെ നിർവഹിച്ചാൽ മതി. അള്ളാഹു പറയാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം കുഴിമന്തി മാത്രമല്ല. പിന്നെന്താ? തഴവായിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ളത്, അല്ലേ? നമ്മളിങ്ങനെ തെക്ക് വടക്ക് ഇവിടുന്ന് പടിഞ്ഞാറെ ഒന്ന് കിഴക്ക് വരെ ഒന്ന് എണ്ണിയാൽ 10-30 ഹോട്ടലുണ്ട്, അല്ലേ? ശരിയല്ലേ? ആണ്. ചെറിയ ചെറിയ കടകളായിട്ട് ഇഷ്ടം പോലെ 10-25 കടകൾ എന്തായാലും ഉണ്ടാവും. അത് ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. പണ്ട് ഞാനിവിടെ 8, 9, 10 3 വർഷമാണ് ഇവിടെ ഓതി പഠിച്ചത്. ഉപ്പാടടുത്ത് ബഹുമാന്യനായ എൻ്റെ സാരി ഉസ്താദിന്റെ അടുത്ത്. അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. നമ്മുടെ തഴവ കുറ്റിപ്പുറം പള്ളിയിൽ. അപ്പൊ അന്നിങ്ങനെ സൈക്കിള് ഇങ്ങനെ ചീറിപ്പായുന്നവരോടാണ്. അതുകൊണ്ട് എല്ലാവരും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം അറിയാം. അള്ളാഹുവർക്കൊക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയും ഇതൊക്കെ ഇതിന് തന്നെയല്ലേ മൊത്തം. ഈ ഭാഗത്തൂടെയാണ് സ്ഥിരമായ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കസൂർ മൊക്കും ഈ വഴി കൂടെ ഒക്കെ പോകാത്ത ഏത് സൈക്കിളാണ് ഉള്ളത്? അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ വഴിയെല്ലാം അറിയാം. 3 വർഷം ഇവിടെ തന്നെയായിരുന്നു. 8, 9, 10 10ാം ക്ലാസ്സൊക്കെ ആണല്ലോ മെയിൻ. അതെല്ലാം തഴവ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് നാട്ടുകാരറിയാം, എൻ്റെ ടീനേജിലുള്ളതാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും. എല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. അള്ളാഹു ബന്ധം നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരിസരങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അറിയാം. നമ്മളിങ്ങനെ ഓരോ ഹോട്ടലിൽ പോവല്ലോ, ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കുക, ഒക്കെ ഫ്രീ ആണ്. അങ്ങനത്തെ അഹിലുകാരാണ്. അന്നും എന്നും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ആ ബന്ധങ്ങൾ അള്ളാഹു നിലനിർത്തട്ടെ. അപ്പൊ ഒരുപാട് ഹോട്ടലുകളാണ്, ഇഷ്ടം പോലെ, ധാരാളം ഹോട്ടലുകൾ. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാ കച്ചവടക്കാർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഒരു കാര്യം അറിയാം, റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല. വീട്, വാഹനം, ഭക്ഷണം എല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്.
അള്ളാഹു പറയുന്നു, റിസ്ക് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിങ്ങൾ മുറമൂലം നിർവഹിക്കും. നമുക്ക് നിങ്ങളുടെ ആയത്ത് ഓതിത്തരാം, ശരിക്കും ശ്രദ്ധിക്കണേ. സൂറത്തു താഹ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് കയ്യുയർത്തിക്ക് എല്ലാവരും, വലത്തേക്ക് നോക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷീണമുണ്ടോ? ഇല്ല. ഹാജിയാർ കൊണ്ടെന്ന് എഴുന്നേക്കുന്നില്ല. നമ്മുടെ അലുവ അല്ലേ അത്? അതെ, പറഞ്ഞ പണ്ട് ഉപ്പറ വരെ പോയി രാത്രി പോയി അലുവ ഇന്നലെ വരുവ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, മൂപ്പർക്ക് മുമ്പ് അലുവാടെ പരിപാടി ഇപ്പൊ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഇല്ല. അള്ളാഹു ബർക്കത്ത് ശരിയട്ടെ. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് പായിക്കണ്ട. ദുനിയാവിൽ അല്ലാഹു അമ്പരചുംബികളായ മണിമേടകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ അങ്ങനെ ധനികരായ ആളുകളുണ്ട്. നല്ല വീട്, സമ്പാദ്യം, വാഹനം ഒക്കെ അള്ളാഹു കൊടുത്തു, വാരിക്കൊരു കൊടുത്തു. അവനേക്കാൾ കിട്ടൽ ഒരു പക്ഷേ നമുക്കായിരിക്കാം ഏറ്റവും ബന്ധപ്പെട്ടത്. പക്ഷെ എന്തോ പടച്ചറമ്പ് അവന് കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവൂല, പക്ഷെ ആള് ഭയങ്കര സമ്പന്നനായി. അള്ളാഹു കൊടുക്കുന്നതാണ് അങ്ങനെ. ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടണ്ട. അതിന്റെ അർത്ഥം എന്താ? നീ ദുനിയാവിന്റെ പുറകെ പോകണ്ട. ഖുർആൻ പറയാൻ എന്തിനാണ് അള്ളാഹു അത് അവർക്ക് കൊടുത്തത്? അവർക്ക് അള്ളാഹു അത് നൽകിയത് പരീക്ഷണമാണ്. സമ്പത്ത് അവർക്ക് അധികരിക്കുന്നത് ആഖിറത്തിൽ വലിയ പരീക്ഷണമാണ്. അവർക്ക് ആഖിറത്തിൽ അതുകൊണ്ട് തീരാ പണക്കാരായ ആളുകൾക്ക് അദാബ് കൂടും. മനസ്സിലാക്കണം. നമ്മൾ പണം കിട്ടണേ എന്ന് ഒരിക്കലും ദ്വാരക്കരുത്. എന്താ കാരണം? ദാ ഒരു ഹദീസ് ഇടയിലൊന്ന് ഓതുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുമത്രേ. പണക്കാരായ ആളുകളെ വിചാരണ ഇടുന്നതിന് മുമ്പ് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണക്കാരായ ആളുകൾക്കല്ല ആദ്യം ഹിസാബ്. ആദ്യം മഹ്ശറിൽ ഹിസാബ് ആരുടെയാണ്? പാവപ്പെട്ടവന്റെ. അതുപോലെ പണക്കാരെന്ത് ചെയ്യണം? ഒന്നുമില്ല, വെയിൽ കൊണ്ട് അങ്ങനെ നിൽക്കലേനു, വേറെ പണിയൊന്നുമില്ല. കത്തിച്ചൊരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീത് എങ്ങനെ നിൽക്കാൻ? കത്തിയാളുന്ന നരകം 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിർത്തിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ഉരുകി തീരുക. പാവപ്പെട്ടവർ വിളിക്കും, വാ അങ്ങോട്ട് മാറിക്ക്, നീ മാറിക്ക്. പാവപ്പെട്ടവരെ മാത്രമാണ് വിളിക്കുക. ഹദീസാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ പണക്കാരാകുന്ന ആളുകൾക്ക് അര ദിവസം മുമ്പ് സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലെങ്കിൽ അദാബാണ്.
അര ദിവസമല്ലേ ഉസ്താദെ, ദിവസമൊക്കെ പെട്ടെന്ന് പോകും. ഞങ്ങളിവിടെ മൊബൈലിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ നോക്കി സമയം കളയുന്നത് തന്നെ ഒരു ദിവസത്തെ നോമ്പൊക്കെ എത്ര ദിവസമാണ്, ഒരു വിഷയമില്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ അര ദിവസം അല്ല, മഹ്ശറയിൽ. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണ്. في يوم كان مقداره 50,000 سنة. തലവായിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഒരുമിച്ച് ഓടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ദുനിയായിലെ 50,000 കൊല്ലമാണ്. നാളെ മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അവിടുത്തെ അര ദിവസം എന്ന് പറയുന്നത് 25,000 വർഷമാ. ദുനിയാവിലെ 25,000 കൊല്ലമാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര നാളാ ഇവിടെ ജീവിച്ചത്? 25, 30, 40, 50, 60, 70, മാക്സിമം 100 വർഷം ജീവിച്ചതിന്റെ ഹിസാബിടാൻ പണക്കാരനായ വ്യക്തി പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടക്കുന്നവരെ കാത്തു നിൽക്കണം. അര ദിവസം സമയമെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഥവാ 25,000 വർഷം ദുനിയാവിൽ എടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹ്ശറയിൽ നിൽക്കണം, ചെറിയ കാര്യമല്ല. മഹ്ശറ എന്ന് പറഞ്ഞാൽ 50,000 വർഷമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വേഗം പോകണം, അവിടെ നിൽക്കണം. എന്താ വേണ്ട? വേഗം ഹിസാബ് ഇടണം. അതുകൊണ്ട് എന്ത് ദ്വാരുന്നോണം? പാവപ്പെട്ടവനാക്കണേന്ന് കരുതണം. 3 കാറ്റഗറിയാ ഉള്ളത്. ഒന്ന് ഫക്കീർ, മറ്റൊന്ന് മിസ്കീൻ, മൂന്നാമത്തത് ഗനീ. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യാചിച്ചുകൊണ്ട് നിൽക്കുക. ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാം. അതാണ് ഫക്കീർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. വിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത ഒരു കൂട്ടരാണ്. വിസല്ലല്ലാഹു ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ എപ്പോഴും അതിനെ തൊട്ട് കാവൽ തേടുകയാണുണ്ടായത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫാഖാ. അല്ലാഹുവേ, ദാരിദ്ര്യത്തെ തൊട്ട്, ഇല്ലായ്മയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്ക് തവാഫ് ചെയ്യുന്ന വേളയിൽ വരെ ആ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫാഖാ. ഇല്ലായ്മത്തരവും ദാരിദ്ര്യവും വലിയ വിഷയമാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കൊണ്ടുപോയി വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വരെ കാരണമായി തീരുമെന്ന്. വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അരിയില്ല, പട്ടിണിയാണ്, മുഴുപ്പട്ടിണി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അന്നുള്ള കാര്യം അടുത്ത വക്കത്ത് പോലും കഴിയാനില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്? തുണി അഴിക്കുകയാണ്, വ്യഭിചരിക്കാൻ ഇറങ്ങിത്തിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകളാണ് മതം മാറി ചവിട്ടുന്ന ആളുകൾ. കണ്ടിട്ടില്ലേ ചില ആളുകളെ ഒറ്റച്ചാട്ടാൻ. കാരണം എന്താ? ഈ മതത്തിൽ നിന്നിട്ട് കാര്യമില്ല, വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ വീട് വെച്ചേരും, കാറ് വെച്ചേരും, പെണ്ണും കിട്ടും, അങ്ങോട്ട് പോകും. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. രണ്ടാമത്തതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദരിദ്രനല്ല, പാവപ്പെട്ടവൻ. അത് നല്ല കാറ്റഗറിയാണ്. അതാണ് നമുക്കൊക്കെ വേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞാൽ അല്പാൽപ്പം കാര്യങ്ങൾ നടന്നു പോകും. ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാട്, ഇന്നത്തെ എന്താ വല്ലതും കഴിച്ചിട്ടുണ്ട്, നാളെ എന്താ അല്ലാഹു ആയാലും. നാളത്തെ കാര്യം വലിയ നീക്കുപോക്കൊന്നും ഇല്ലാത്ത ആളാ, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. അതാണ് മിസ്കീന്. ഖുർആനിൽ ഈ മിസ്കീന് കൊടുക്കുന്നതിനെയാണ് വല്ലാതെ പ്രേരിപ്പിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മുഅല്ലിമീങ്ങളിലുണ്ട്, മുദരിസീങ്ങളിലുണ്ട്, ആലിമീങ്ങളിലുണ്ട്, ഉമറാക്കളിലുണ്ട്, സാധാരണക്കാരിലുണ്ട്. എല്ലാവരും ഈ മിസ്കീന്റെ അഹ്ലുകാരുണ്ടാവും. അവരാൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കൊന്നുമില്ല. അവർക്കിപ്പോൾ വീട് വെച്ച് കിട്ടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകളുണ്ടാവും, കടം കൊണ്ട് വലയാൻ. പക്ഷെ ഒരാളെ മുന്നിൽ പോയി യാചിക്കൂല, അഭിമാനക്ഷതം പൈന്നിട്ട് നിലകൊള്ളും. നമ്മുടെ സമൂഹത്തിൽ 80% അക്കൂട്ടരാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അഥവാ ഇപ്പോൾ ഒരാൾ, ഇപ്പൊ ഞാൻ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഉദാഹരണം പറയാൻ, നമ്മളൊരു 100 റുപ്യ വെച്ച് ഇങ്ങനെ കൊടുക്കാണ് ഇവിടെ. അപ്പൊ അത് വാങ്ങാൻ തയ്യാറാവൂല അയാൾ. ആരും പറയുന്നത് മിസ്കീനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ പോലും, നമ്മുടെ പള്ളിയുടെ വാതിക്ക് ഒരാൾ എന്നിട്ട് ഇങ്ങനെ ദാനധർമ്മം ചെയ്യാം കണ്ടാൽ പോലും അയാൾ വെക്ക് അപ്പുറത്തൂടെ അങ്ങോട്ട് പോകും. മിസ്കീൻ അങ്ങനെയാണ്, മിസ്കീന്റെ സ്വഭാവം അതാണ്. ഫക്കീർ അങ്ങനെയല്ല, നേരത്തെ സൂചിപ്പിച്ച ദരിദ്രൻ അങ്ങനെയല്ല. അവൻ അവിടെ വന്നിട്ട് നേരത്തെ അവിടെ 100 റുപ്യ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പോഴത്തേക്കും ചെരുപ്പിടാൻ പോയാലും
തീർന്നിട്ടുണ്ടാവും, എന്നാലും ചോദിക്കും. അതാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മിസ്കീൻ അങ്ങനെയല്ല. മിസ്കീൻ ചോദിക്കില്ല, അയാൾ ആ വഴിക്ക് പോകും. അയാളുടെ കയ്യിലോട്ട് ആരെങ്കിലും പൈസ വെച്ച് കൊടുത്താൽ കണ്ണ് രണ്ടും നിറയും, കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പും. കാരണം അയാൾക്കൊരു ജാള്യതയാണ്, വാങ്ങാതിരിക്കാനും പറ്റൂല, ആവശ്യക്കാരനാണ്. നമ്മൾ രഹസ്യമായിട്ട് കൈവച്ചിങ്ങനെ കൊടുക്കുകയാണ്, ആചാര്യ ഇത് വെച്ചോ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അയാളെ മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് കണ്ണ് രണ്ടും നിറയും. കാരണം മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒരാൾ നോക്കുന്നില്ല, പ്രയാസത്തിൽ പ്രതിസന്ധിയിലാണ്, വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസം നിൽക്കുകയാണ്. അത് കണ്ടറിഞ്ഞിട്ട് ഇയാൾ തന്നതാകുന്ന ഒരു 500 റുപ്യാണ്, അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 റുപ്യാണ്, അത് കണ്ണ് നിറയും. അതാണ് മിസ്കീൻ. നല്ലൊരു മനുഷ്യന്റെ ലക്ഷണമാണ്. അയാൾക്ക് ആ മനസ്സിന് ഭയങ്കര റാഹത്താണ്, അയാൾക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അപ്പൊ ഫക്കീറിന് കൊടുക്കണ്ടേ? നിർബന്ധമായിട്ട് കൊടുക്കണം. യാചകന് നീ കൊടുക്കണം. വലൗ ജാഅ അലാ ഫറസിൻ, ഒരു കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നല്ല കമനീയമായൊരു വണ്ടി. അന്ന് കുതിര, ഇന്നിപ്പോ ഒരു വലിയ വാഹനം, ഒരു BMW ഒരാൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയെന്ന് പറയാൻ ഒരു 500 രൂപ അന്ന് പറഞ്ഞ് യാചിച്ചാൽ പോലും ഇവിടെ വണ്ടി നോക്കിയിട്ടോ, ഇത്രയും വലിയ കൂടിയ വണ്ടിയിലാണ് വന്ന് ഇരുന്നിട്ട് അവൻ ഏത് വണ്ടിയിൽ വരട്ടെ, വന്ന് യാചിക്കുന്നുണ്ടോ? അമ്മ സായില ഫലാ തൻഹർ, യാചകനെ വിരട്ടാൻ പാടില്ല, അവനുള്ളത് കൊടുത്തേക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതേസമയത്ത് മിസ്കീനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. കാരണം അഭിമാനത്തിന് ശതം വന്ന് നിൽക്കാണ്, അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടൂല. അവർക്ക് അങ്ങോട്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ഗുണമാണ്, ആഖിറത്തിലും ഗുണമാണ്. റജബ് എന്ന വാക്കിലെ ജീമ് എന്ന് പറയുന്നത് ജൂദ്, ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മാസത്തിൽ ധർമ്മം ചെയ്യലും ഏറ്റവും അഭികാമ്യമായ മാസം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ മിസ്കീനെ കുറിച്ച് ആ ഖുർആനിൽ കൂടുതൽ സ്ഥലത്തിൽ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. അഭിമാനശതം ഭയന്ന് നിലകൊള്ളുന്നതായ പാവപ്പെട്ട മിസ്കീനിന് നൽകണേ നൽകണേ, വലിയ കൂലിയാണ് അവ ഫഖീർ മിസ്കീന്. മൂന്നാമത്തതാണ് വനിയ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. വനിയാകാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത്, മിസ്കീനാകാനാണ് എപ്പോഴും ദ്വാരക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിതിനി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ മഹ്ശറയിൽ പുനർജീവിപ്പിക്കണേ അല്ലാ. നമ്മുടെ ദുആവും അതാകണം, നമ്മുടെ ജീവിതവും അതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളേക്ക് വലിയ സൂക്ഷിപ്പൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോയാൽ മതി. കാരണം എന്താ, മറ്റുള്ളതൊന്നും നമുക്ക് അങ്ങോട്ട് ഗുണപ്പെടൂല. ലോട്ടറി അടിച്ചവനൊക്കെ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്, കച്ചയടിച്ചിട്ടില്ല. ലോട്ടറി അടിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവന്റെ വീട്ടിൽ പിന്നെ ഇത്തിക്കാഫാണ്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലൊന്നും അല്ല ഇത്തിക്കാഫ്, പിന്നെ അവന്റെ വീട്ടിലാണ്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ലോട്ടറി അടിക്കുന്നവരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? അക്ഷരം മിണ്ടുന്നില്ല. അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് പോലും പറയില്ല. കാരണം പറഞ്ഞപ്പെട്ട് അവന്റെ വീട്ടിൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കും. ഉള്ള ബന്ധവും കൂടി പോവാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഓട്ടോ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ചെന്താ അതിനുവേണ്ടി നിലകൊള്ളണ്ട. അതുകൊണ്ടൊന്നും ഒരു ബറക്കത്തില്ല. പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവന് ഇത് ഇന്നത് കിട്ടി, ലോട്ടറി കിട്ടി, എന്നാലും അവൻ ആ പഴയ പണിക്കേണ്ട പോവാണ്. കാരണം അതിനൊരു ഗുണമില്ല, ഒരു ഖൈറില്ല, ഒരു ബറക്കത്തില്ല. കാലാകാലം ഒരു ശാശ്വതമാകുന്ന ഒരു വരുമാനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റൂല. അത് ഖൈറല്ലാത്ത പണമായതുകൊണ്ടാണ്.
ലോട്ടറി അടിക്കുന്ന ആളുകൾ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അതുകൊണ്ട് യാതൊരു ഖൈറുമില്ല. ഇന്നല്ലാഹ ഹറമ റിബ, പടച്ച റബ്ബ് പരിപൂർണമായി നിഷിദ്ധമാക്കിയതാണ് പലിശ. അതുമായി ബന്ധപ്പെട്ട ജീവിതം മുസൽമാൻ യോജിച്ചതല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികത്തിന്റെ അച്ചുതണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഴവ എന്ന ഗ്രാമത്തിൻ്റെതാകുന്ന മിക്ക ഭാഗങ്ങളിലും സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് ഞാൻ തുറന്നു പറയുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. രഹസ്യമാണത്, വലിയ പരസ്യമൊന്നുമല്ല. രഹസ്യമായിട്ട് എല്ലാവരും ഇതുമായിട്ട് ഇങ്ങനെ കണക്ഷൻ, വലിയ അപകടമാണ്. അതുകൊണ്ട് എന്തായി, സാമ്പത്തിക മേഖലയിൽ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇന്നല്ലാഹ ഹറമ റിബ, അല്ലാഹു പലിശയെ നിഷിദ്ധമാക്കിയതാണ്. ആ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നതാകുന്ന ഹലാലായ സമ്പത്ത് കൂടി ഹറാമായി പോയി, ഉള്ളതുകൂടി തകർന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ശുദ്ധികലശം നടത്തേണ്ട മാസമാണിത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും ഫീ. ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേടകൾ വെച്ചുകൊണ്ട് ഉല്ലസിക്കുന്നതായ ജനങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നീട്ടരുതേ, അതിലേക്ക് പോകരുതേ. അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ സമ്പത്തും അവർക്ക് നൽകിയ ആർഭാട ജീവിതവുമൊക്കെ പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ദുന്യവിയായ ജീവിതം തന്നെ അല്ലാഹു ആഖിറത്തിൽ ആര് കൊയ്തെടുക്കുമെന്നുള്ള പരീക്ഷണത്തിന് അല്ലാഹു നൽകിയതാണ്, നൽകിയതാണ്. വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ. നിന്റെ റബ്ബ് നിനക്ക് നൽകുന്ന റിസ്ക്, നിന്റെ റബ്ബ് നിനക്കൊരു വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വാഹനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിന് സഖിയായി തുണയായി എല്ലാ നിനക്കും ഉയർച്ച അല്ലാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കരണീയം കേട്ടോ. വഅബ്ഖാ, ഏറ്റവും ശാശ്വതത്വം നിലകൊള്ളുന്നതും അത് തന്നെയാണ്, അത് തന്നെയാണ്. അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതത്വമുള്ളത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താണ് ആ ശാശ്വതത്വം കിട്ടുന്നതിന് ഉപകരിക്കുന്ന അമല് തൊട്ടുടനെ പറയാ. ദാ ശ്രദ്ധിക്കണേ, ദാ ശ്രദ്ധിക്കേണ്ട വാക്ക്. വഅമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നീ നിസ്കരിച്ചാൽ മാത്രം പോരാ, നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, അതിന്റെ മേൽ പരിപൂർണമായി ശ്രമിച്ച് നിൽക്കണേ. വഅമുർ, നീ കൽപ്പിക്കണം. ആരോട്? അഹ്ലക, നിന്റെ കുടുംബത്തോട്. ഒരാൾ നിസ്കാരം കണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നിസ്കാരം അവനിൽ ഉണ്ടാവണം. അത് ഉറപ്പല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നിട്ടാണോ നാട്ടുകാരോട് ഇത് ഓതുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ നന്മ ആരിൽ ഉണ്ടാവണം? നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ വാപ്പ, ഗൃഹനാഥൻ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കുന്നവനാവണം, എങ്കിലേ കൽപ്പന വരുള്ളൂ. അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞില്ല. കാരണം അതെന്തായാലും വേണം, സ്വന്തമായി നിസ്കാരം എന്തായാലും വേണം. നിസ്കരിച്ചാൽ മാത്രം പോരാ. നമ്മൾ പള്ളിക്കകത്തിരുന്ന് ഇഅ്തികാഫിരുന്ന് നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, സലാത്ത് ചൊല്ലി, ഞാൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. നീ രക്ഷകർത്താവാൻ, നിന്റെ പ്രിയപ്പെട്ട മക്കളുടേതാകുന്ന രക്ഷ നിന്റെ കൈകളിലാണ്. അവർക്ക് ദുന്യവിയായ രക്ഷയും കൊടുക്കണം, നരകത്തിൽ നിന്നുള്ള മോചനപത്രവും നീ കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീ നിന്റെ സ്വന്തത്തെയും കാത്തു സംരക്ഷിക്കണം, നിന്റെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണം കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നീയും നിന്റെ സ്വന്തത്തെ കാക്കണം, നിന്റെ കുടുംബത്തെയും കാക്കണം. അതിനെന്ത് വേണം? കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അഹ്ലി എന്ന് പറഞ്ഞാൽ അതിന് ഫൗണ്ടേഷൻ ഇട്ടത് ആദ്യമായി മലക്കുകളാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അതിന് ഫൗണ്ടേഷൻ ഇട്ടത് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണ്.
ആദം നബി അലൈഹിസ്സലാം അതിന് ഫൗണ്ടേഷൻ ഇട്ടു. 40 കൊല്ലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ രണ്ടാമതായി ഒരു പള്ളിക്ക് ഫൗണ്ടേഷൻ ഇട്ടു. അതാണ് ജെറുസലേമിലെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ അയ്യു മസ്ജിദിൻ വദിഅ ഫിൽ അർളി അവ്വലു, ലോകത്താദ്യമായി എടുക്കുന്ന പള്ളി ഏതാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ടതായ പള്ളി ഏതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി മറുപടി നൽകുകയാണ്, അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ പള്ളിയാണ് ലോകത്താദ്യമായി നിർമ്മിക്കപ്പെടുന്നത്. ثم أي يا رسول الله, രണ്ടാമത് ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമതായി ലോകത്ത് പണിയപ്പെടുന്നതായ പള്ളി അത് മസ്ജിദുൽ അഖ്സയാണ്, ഫലസ്തീനിലെ ശ്രേഷ്ഠമായ പള്ളിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. മൂന്നാമതായി നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, കംബൈനഹുമാ, ഇത് രണ്ടിനുമിടയിൽ എത്ര വർഷക്കാലമുണ്ടായിരുന്നു റസൂലേ? ഒന്നാമത്തെ പള്ളി പണിത് രണ്ടാമത്തെ പള്ളിക്ക് പണിയാൻ എത്ര കാലങ്ങൾ എടുത്തു ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത്. ശേഷം 40 കൊല്ലത്തിന് ശേഷമാണ് മസ്ജിദുൽ അഖ്സായ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി 40 സനത, 40 കൊല്ലമാണ്, വർഷമാണ്. അപ്പൊ പരിശുദ്ധമായ കഅബ പണിത് 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം രണ്ടാമതായി ഒരു പള്ളിക്ക് ഫൗണ്ടേഷൻ ഇടുന്നത്. അത് പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത് പുണ്യമാക്കപ്പെട്ടതായ ഫലസ്തീനിലാണ്. ലോകത്ത് രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത് ഫലസ്തീൻ. ഇന്ന് ചർച്ചയിൽ ലോകമെമ്പാട് ജനങ്ങളുടെ ഹൃദയവും ജനങ്ങളുടേതാകുന്ന കാതും ചർച്ചയും നിലകൊള്ളുന്നതാകുന്ന ഫലസ്തീനി മക്കൾ അള്ളാഹു പരിപൂർണ സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. ആ നാട്ടിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം പണിതതാകുന്ന ഫൗണ്ടേഷൻ ഇട്ട പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അറിയണം, ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖിദ്ർ മസ്ജിദ് എന്ന് പറയുന്ന മഹനീയമായ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ നിലകൊള്ളുമ്പോൾ ലോകത്താദ്യമായി പടുക്കപ്പെട്ട പള്ളിയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട വിശ്വാസിനികൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തെ ഏറ്റവും ആദ്യമായി പണിയപ്പെട്ട പള്ളി അത് വിശുദ്ധമായ കഅബയാണ്. ഏറ്റവും പവിത്രതയുള്ള പള്ളിയും അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാത് ഫീഹി ആയാതും ബയ്യിനാത് മഖാമു ഇബ്രാഹീം വമാ ദഖലഹു കാന ആമിനാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ചതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. മുബാറക, ആ പള്ളിയുടെ പവിത്രത എന്തെന്ന് പറയുമോ? അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്, ബറക്കത്തിന്റെ ഗേഹമാണ്.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ബറക്കത്തിനെ ആഗ്രഹിക്കുന്നവരല്ലയോ നമ്മൾ? ഏറ്റവും ബറക്കത്തിന്റെ നിദാനമായി അള്ളാഹു നിർമ്മിച്ചതായ കേകമാണ് വിശുദ്ധമായ കഅബ എന്ന് പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ കലാം മുബാറക, ലോകത്തുള്ള സർവർക്കും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ആ ഗേഹത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ബറക്കത്തുള്ള ഗേഹമാണ്, വിശുദ്ധമായ കഅബ. വഹുദൽ ലിൽ ആലമീൻ. തീർന്നില്ല, ലോകർക്ക് മുഴുവൻ സന്മാർഗത്തിന്റെ ദീപം തെളിക്കുന്നത്, ലോക ജനതയ്ക്ക് മുഴുവൻ സന്മാർഗമാണ്. കേവലം വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും മതമുള്ളവനും മതമില്ലാത്തവനും സർവർക്കും പരിപൂർണമായ ഹിദായത്തിന്റെ വിളക്കുമാടമാണ് വിശുദ്ധമായ കഅബ. അതുകൊണ്ടല്ലേ മൈലുകൾക്ക് ഇപ്പുറത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയിലേക്ക് നാം ഓരോരുത്തരും തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. ഇന്നും തെക്കേ പള്ളിയിലും ബദർ പള്ളിയിലുമൊക്കെ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളതും ഇശാ നമസ്കരിച്ചതും നാം ഏവരും മഗ്രിബ് നമസ്കരിച്ചതും ആ പരിശുദ്ധമാകുന്ന കഅബ കൊള്ളയല്ലയോ? ഇന്ന് വരെ ഒരിക്കൽ പോലും മലമൂത്ര വിസർജനം ആ കഅബ കൊള്ളേ നാം നടത്തിയിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട കഅബയ്ക്ക് തിരിഞ്ഞുകൊണ്ട് നാം തുപ്പാറില്ല, മലമൂത്ര വിസർജനം നടത്താറില്ല, കാല് നീട്ടിയിരിക്കുക പോലും ചെയ്യാറില്ല. അദബാണ്. പരിശുദ്ധമാകുന്ന കഅബയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. അൽഹംദുലില്ലാഹ് വഹുദൽ ലിൽ ആലമീൻ. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ഉരുവിടാനും നിന്റെ നാവ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനനുസരിച്ചുകൊണ്ട് സംസാരിക്കാനും നീ പരിശുദ്ധമാകുന്ന ഖുർആൻ മനഃപ്പാഠമാക്കാനും സ്കൂൾ വിദ്യാഭ്യാസം നുകരുന്ന മക്കൾ സ്കൂളിലെ കാര്യങ്ങൾ മനഃപ്പാഠമാക്കാനും എന്ത് കാര്യത്തിനും തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധമാകുന്ന കഅബ കൊള്ളേ തിരിയലാണ്. വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെതാകുന്ന ദീപം കളിക്കുന്നതായ നഗരമാണ്, നാടാണ് പരിശുദ്ധമായ കഅബ. മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. നല്ലതുപോലെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ആ കഅബയൊന്ന് നേർക്ക് നേരെ കാണാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പോലും പുണ്യമാണ് സഹാബ, പുണ്യമാണ്. ഒന്ന് പരിശുദ്ധമായ ഖുർആനാണ്, 2 നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖമാണ്, 3-മത്തത് പരിശുദ്ധമായ കഅബയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോക്കിയിരുന്നാൽ പോലും കൂലിയാണ്, ഹിദായത്ത് ലഭിക്കാൻ നിദാനമാണ്. ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ കൂലി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പള്ളിക്കകത്ത് കയറണ്ട, എന്ത് ചെയ്താൽ മതി? നോക്കിയിരുന്നാൽ മതി. പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കൂലിയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആ കഅബയോട് ചുറ്റുവട്ടം എടുക്കപ്പെട്ടതാണ് മസ്ജിദുൽ ഹറാം. അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ ഹദീസിൽ കാണാം 1,00,000 റക്അത്ത് നിസ്കരിച്ചതാകുന്ന പ്രതിഫലം അവന് ലഭിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഹദീസ് വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം. 1 റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്ത് നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും. എത്രയാണ്? 10,000 അല്ല, 10,000 കോടി റക്അത്തുകൾ നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാദാ സീദാ സുന്നത്താണ് ഈ പറയുന്നത് കേട്ടോ. സാദാ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത്, ജമാഅത്തിന്റെ അല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ പള്ളികൾ അതിന്റെ മഹത്വം അറിയണം, അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സുലൈമാനിക്ക ആശു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കം വരുന്നുണ്ട് സുലൈമാനിക്ക? ഇല്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. സുലൈമാനിക്ക 5 വഖത്ത് പള്ളിയിൽ പോകുന്ന വ്യക്തികളാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സിഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ശ്രദ്ധിക്കണേ. നമ്മൾ എന്ത് ചെയ്യണം? പള്ളിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയുടെ മഹത്വം എന്ത് ചെയ്യണം? ആദ്യം അറിയണം. അപ്പോഴല്ലേ നമ്മൾ കൊടുക്കുന്നതിലും കാര്യമുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്താണ് പള്ളി എന്നുള്ളത്
അറിയണമല്ലോ, അതിന്റെ മഹത്വം അറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അവന് 1,00,000 റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിച്ചതായ നേട്ടമാണ്. ഈ ഹദീസ് വിശദീകരിച്ചാണ് ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിന്റെ ആധികാരിക തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 1,00,000 എന്ന് പറഞ്ഞാൽ 10,000 കോടിയാണ് അതിന്റെ മഹത്വം. ഒരു റക്അത്തിന് 10,000 കോടി. മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കണം. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമാ അമാലിക്കും ജുറുഹും ഖുസയ്യ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു സുമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. പരിശുദ്ധമായ കഅബ പണിതത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം, തഫ്സീറുകളിൽ കാണാം, 12ഓളം മഹൽ വ്യക്തിത്വങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കഅബ പൂർണ്ണമായി നിർമ്മിച്ചതല്ല. ഓരോ വർഷങ്ങൾക്ക് ശേഷം ചിലർ പണിതിന് ശേഷം കാലഹരണം സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചപ്പോ അത് പിന്നീട് പണിയേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായി നാം പറഞ്ഞു, ആരാണ് പണിതത്? മലക്കുകളാണ് കൈവച്ചത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാ കൈവച്ചത്? സയ്യിദുനാ ആദം. ഉറക്കം പറയൻ അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം പണിതിന് ശേഷം പിന്നീട് രണ്ടാമതായി ഇതിൽ കൈവച്ചു സയ്യിദുനാ ശീസ് നബി അലൈഹിസ്സലാം. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ജലപ്രളയത്തിൽ കഅബാലയത്തിന്റെ ഫൗണ്ടേഷൻ ഒഴിച്ച് ബാക്കിയൊക്കെ നാമാവശേഷമായി പോയി. അതിന്റെ മുകളിലേക്ക് പിന്നീട് ആ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് പണിയാനുള്ള ചുമതല അള്ളാഹു ഏൽപ്പിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. അതാണ് നമുക്കറിയാവുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ആരോടുകൂടി? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട കഅബ പണിതു എന്ന് ചരിത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിമിക്ക് അന്ന് വയസ്സ് 100-ന് മുകളിൽ പ്രായമാണ്. 100 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് കഅബ പണിയാൻ വേണ്ടി നിലകൊള്ളുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഹിദായത്തിന്റെ കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബ പണിതു. ശേഷം ആ കഅബ പിന്നീട് അമാലിക ഗോത്രക്കാർ, ജുർഹും ഗോത്രക്കാർ, ഖുസയ്യ ഖുറൈശികൾ, അബ്ദുല്ലാഹി ഇബ്നു ഹജ്ജാജ്, ബഹുമാനപ്പെട്ടതാകുന്ന മുറാദ്, ഉസ്മാൻ തുടങ്ങിയതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ആ കഅബ പുതുക്കി പണിതിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഓരോ വർഷം കഴിയുന്നോറും ഓരോ കെട്ടിടങ്ങൾക്ക് എന്ത് ചെയ്യും? കേടുപാടുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ അത് വർഷങ്ങൾക്ക് ശേഷം മെയിൻറ്റെയിൻ ചെയ്ത് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഓരോ രാജാക്കന്മാർ, ഗോത്രത്തലവന്മാർ, ഗോത്രക്കാർ ഒക്കെ പണിതിട്ടുണ്ട്. അവസാനമായി 12 ആളുകളെയാണ് തഫ്സീറുകൾ കാണാം. അത് കഴിഞ്ഞു പിന്നീട് വന്ന വ്യക്തിയാണ് 13ാമത്തെ ഒരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം കഅബയ്ക്ക് പണിതിട്ടുണ്ട്. ആരാണ്? ഫഹദ് രാജാവ്. അവസാനമായി അദ്ദേഹമാണ് പണിതത്. അദ്ദേഹം തന്നെയാണ് മസ്ജിദുൽ ഹറാമുൽ പണിതതും പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയൊക്കെ ഇന്നത്തെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ കൊണ്ടുവന്നത്. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദ് ഖുബാഉം ഒക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പണിതത്. ഫഹദ് രാജാവ് സൗദി ഭരിച്ചിരുന്ന വ്യക്തിയാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ, വലിയ പ്രതിഫലം അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 12ഓളം ആളുകളെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 13ാമത്തെ ഒരു വ്യക്തിയെ പിന്നീട് വന്ന വ്യക്തിയാണ്, അവസാന കാലഘട്ടത്തിൽ വന്ന വ്യക്തിയാണ് ഫഹദ് രാജാവ്. അദ്ദേഹം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അവസാനമായി അവിടെ കൊണ്ടാണ് നിന്നത്. അപ്പൊ 13 ആളുകൾ ഉണ്ടെന്ന് എന്നർത്ഥം. ചുരുക്കം ഇവർ ഇത്രയും പേര് കൂടി പണിതതാകുന്ന ആ ഗേഹത്തിന്റെ മഹത്വം നിസ്സാരമല്ല. ലോകത്തിന് എത്ര പള്ളികൾ വന്നാലും ആ പള്ളിയുടെ മഹത്വം വേറിട്ട് തന്നെ നിൽക്കും. മുബാറക്കൻ, ബറക്കത്തുള്ള ഗേഹമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഹിദായത്തിന്റെ ഗേഹമാണ്. വഹുദൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ദീപം തെളിക്കുന്നതായ ഗേഹമാണ്. അല്ലാഹു ആ കഅബ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ കഅബയെ നോക്കി ആദ്യം കാണുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും ഉത്തരം ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹു കാണുന്ന സമയത്ത് ഖൈറായത് ചോദിച്ചു വാങ്ങാൻ തൗഫീഖ് അള്ളാഹു നസീബാക്കട്ടെ. പോയവർക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള തൗഫീഖ് അള്ളാഹു ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. 20-ലധികം 20 ഹജ്ജല്ലേ, 20 ഹജ്ജാണ് മാഷാ അല്ലാ സദറുസ്ഥാന് ചെയ്യാൻ പറ്റിയത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. വലിയൊരു തൗഫീഖല്ലേ. നമ്മുടെ ഈ തഴവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുപക്ഷെ വേറെ ആർക്കും കിട്ടാത്തൊരു നിഅമത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയെന്നുള്ളതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആ ചെയ്ത ഹജ്ജും ഉംറയും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഖബൂലും മബ്റൂറുമാക്കട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെയും അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതൊക്കെ ഒരു തൗഫീഖാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി വീണ്ടും വീണ്ടും കിട്ടിയിട്ട് വീണ്ടും ഉത്തരം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബ പണിത് പിന്നീട് 40 കൊല്ലത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം തന്നെ ഫൗണ്ടേഷൻ ഇട്ട മറ്റൊരു പള്ളിയാണേത്? മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ അതിന്റെ പരിപാലനവും അതിൻ്റെതാകുന്ന പരിപൂർണമായ തിരുനോട്ടവും ഒക്കെ പിന്നീട് വന്നതാർക്ക പഠിക്കണം നമ്മൾ. അതിന് ഫൗണ്ടേഷൻ ഇട്ടതാണ് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാം. പണ്ഡിത മഹൽ വ്യക്തിത്വങ്ങളെ നമ്മൾ അറിയണം. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ വല്ലാതെ വശപ്പെടുത്തി കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഇരുമ്പ് കമ്പി ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് കുഴമ്പ് പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കും. അങ്ങനത്തെ ടീമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹു അത്രത്തോളം അദ്ദേഹത്തിന് വഴക്കി കൊടുത്തിരുന്നു ഇരുമ്പ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു സാദാസീത വ്യക്തിയല്ല. അദ്ദേഹം സബൂർ എന്ന് പറയുന്ന വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷികൾ പോലും ചിലയ്ക്കുമായിരുന്നില്ലെന്നാണ്. പക്ഷികളൊക്കെ കളകൂജനങ്ങൾ പൊഴിക്കുന്നത് നിർത്തിവെച്ച് സാഗൂതം ശർദ്ദ തിരുത്തി കാത്തിരിക്കും. ബഹുമാനപ്പെട്ടവരുടെ കേൾക്കും. അത്ര മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹു കൊടുത്ത ദർജ ഉയർത്തുമാറാവട്ടെ. ഇസ്രായേലി ജനതയുടെ രാജാവുമായിരുന്നു. അവർക്കിടയിൽ പ്രവാചകനുമായി നിലകൊണ്ട വ്യക്തിയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അങ്ങനെ അദ്ദേഹം പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതിനിടയിൽ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ സമ്പൽ സമൃദ്ധി കളിയാടി. സമ്പൽ സമൃദ്ധി കൂടി. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സമ്പത്ത് കൂടുമ്പോൾ ഒരു നാട്ടിൽ എന്താ ഉണ്ടാവും? ജനങ്ങൾ റബ്ബിനെ ആരാധിക്കാതാവും. ജനങ്ങൾ ധിക്കരിക്കാൻ തുടങ്ങി. അനാവശ്യമാകുന്ന പ്രവണതകൾ കൂടുവാൻ, കള്ളു കുടിക്കാൻ തുടങ്ങി, ലഹരി നുണയാൻ തുടങ്ങി, അശ്ലീലമായ ജീവിതം നയിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തീക്ഷ്ണമായ ഒരു പരീക്ഷണം അവർക്ക് നൽകി. കോവിഡ് എന്ന മഹാമാരി പോലെ വലിയൊരു ദുരന്തം അവർക്ക് അല്ലാഹു നൽകി. ഒരു വലിയ വിപത്ത് അല്ലാഹു ഇട്ടുകൊടുത്തു. ഒരു പ്ലേഗ് പോലെ ഒരു രോഗം. ആ രോഗം വന്ന ആളുകൾ അങ്ങനെ മരിക്കാൻ തുടങ്ങി. 1000-ആയി, 2000-ആയി, 3000-ആയി, 10000-ആയി, 20,000-ആയി, 30,000-ആയി. മരണസംഖ്യ നിൽക്കുന്നില്ല. അവസാന മരണസംഖ്യ 70,000-ഓളം എത്തുകയാണ്. ആളുകൾ ബഹുമാനപ്പെട്ടതാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് ഓടിപ്പോയാണ്. പ്രവാചകനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് സങ്കടം പറഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം അവരോടായി പറയുകയാണ്, ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന് മാത്രമാണ്, അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഹലാലായ സമ്പാദ്യവുമായി കടന്നു വരണേ. നമുക്കൊരു പള്ളി പണിയാ. പള്ളി പണിതാൽ നാട്ടിലുള്ള ഈ വിപത്ത് നീങ്ങുമെന്നാണ് അല്ലാഹു എനിക്ക് ഉത്ബോധനം നൽകിയത് എന്ന് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം നാട്ടുകാരെ മുഴുവനും പിടിച്ചു കൊണ്ടുപോയാണ്. 70,000-ൽ പരം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നതായ രംഗമാണ്. ജനങ്ങൾ മുഴുവനെ പേടിച്ച് നിലകൊള്ളുകയാണ്. എന്ത് ചെയ്യാനും റെഡിയാണ്. സമ്പത്ത് എവിടെ വേണമെങ്കിലും ചെലവഴിക്കാൻ റെഡിയാണ്. ഞങ്ങൾക്ക് മരണത്തെ ഭയമാണ്. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും മരിക്കേണ്ടതില്ല. മരിക്കുമ്പോ നല്ല നിലയിൽ മരിക്കണമെന്നുള്ള ചിന്തയാണ്. ഇസ്രായേലി ജനത ഓടിക്കൂടുകയാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം അവരെ കൊണ്ടുപോയി ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാ ഇവിടെ. ഏതാ ഈ സ്ഥലം? മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ഫൗണ്ടേഷൻ ഇട്ടതാകുന്ന ആ സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പള്ളി പണിയണം. ഇവിടെ പള്ളി പണിതാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്താ പ്രശ്നം? ഈ മരണസംഖ്യയുടെ ആധിക്യം ഉണ്ടല്ലോ, അതൊക്കെ
അങ്ങനെ നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നിർദ്ദേശത്താൽ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണം തുടങ്ങാൻ. ശരിക്കും ശ്രദ്ധിക്കണേ, ഫലസ്തീനിലെ പള്ളിയുടെ നിർമ്മാണം തുടങ്ങി. എന്തിനാ പള്ളി പണിയാൻ തുടങ്ങുന്നത്? നാട്ടിലുള്ളവരുടെ വിപത്ത് നീങ്ങാൻ. പള്ളി കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ, നാട്ടിലെ വിപത്ത് പരിപൂർണമായി നീങ്ങി. മരണസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു. അസുഖം എങ്ങോട്ടോ പൊയ് മറഞ്ഞു. ഇപ്പോഴും കോവിഡിന്റെ ഭീതിയിലാണ് നമ്മുടെ നാട്. എപ്പോഴാണ് ഏത് കോലത്തിലാണ് വരുന്നതെന്ന് അല്ലാഹു അഅലം. പൂർണ്ണമായി ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് കേരളം പോകുമോ, വീണ്ടും ഇതാ ഒരു ഭീതിയിലേക്ക് പോകുമോ. ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. അതിന്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ശാസ്ത്രരംഗത്തും നിരീക്ഷണ പരീക്ഷണ രംഗത്തും ഗവേഷണ രംഗത്തും ഒക്കെ പരിവേഷണ ഗ്രന്ഥത്തും ഒക്കെ വലിയതാകുന്ന ഉന്നതമായ സംഭാവനകൾ നിലകൊള്ളുന്നതാകുന്ന ഇന്ത്യ രാജ്യവും ലോകരാജ്യങ്ങളും ലോക പോലീസ് ചെയ്യുന്ന അമേരിക്ക അടക്കമുള്ളതാകുന്ന രാജ്യങ്ങൾ മുഴുവനും ഒന്നടങ്കം പരിശ്രമിച്ചിട്ട് പോലും അതിൻ്റെതാകുന്ന രോഗത്തിന് തിക്തമാകുന്ന മരുന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് വസ്തുത. ഇത്രയേറെ പരീക്ഷണങ്ങൾ വിധിച്ചിട്ട് ഒരു പനിക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യൻ അസാധുവാണ്. ഖുർആൻ അതാ പറഞ്ഞത്, മനുഷ്യനെ ലഈഫ, വളരെ ബലഹീനനായിട്ടാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്. അത്രേ ഉള്ളൂ മനുഷ്യൻ. ആ ഒരു പനിക്കുള്ളതാകുന്ന മൂലകാരണം, അതിൻ്റെതാകുന്ന അവസ്ഥ, ഇതിനുള്ളതാകുന്ന മരുന്ന് പോലും മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, പാരസിറ്റാമോളൊക്കെ കഴിച്ച് 3 ഫാത്തിഹയൊക്കെ ഓതി നെഞ്ച തൂതിക്കുമെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് പോയി. അത്രയുള്ള നടക്കുകയുള്ളൂ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. പൂർണ്ണമായ ശിഫ അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാം പള്ളി അങ്ങോട്ട് പണിയാൻ തുടങ്ങി. നാട്ടുകാരും ഒന്നിച്ച് സുബ്ഹാനല്ലാഹ്, ഫലസ്തീനി മക്കളെ ബാധിച്ചിരുന്നതാകുന്ന വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഞൊടിയിടയിൽ പടിയിറങ്ങുകയാണ്. നാട്ടിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകുകയാണ്. അൽഹംദുലില്ലാഹ്. പക്ഷേ ആ ഒരു സന്തോഷം അധിക നാൾ നീണ്ടില്ല. ഒരാൾ പൊക്കത്തിലേക്ക് പള്ളി എത്തിയപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. ഇനി ആര് ഈ പള്ളി പണിയും? പള്ളിയുടെ പണി അവിടെ വെച്ച് നിൽക്കാൻ സ്റ്റോപ്പ് അടിച്ചു. പള്ളി ഇനി ആര് പണിയും? പള്ളി ഒരാൾ പൊക്കത്തിലേക്ക് എത്തിയപ്പോ അവരുടെ രാജാവും നേതാവുമായിരുന്ന പ്രവാചകനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം, ഉറക്കെ പറയും സയ്യിദുനാ ദാവൂദ്, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. പള്ളി പണി അങ്ങനെ നിൽക്കാൻ ഇനി ആര് പണിയും? ഖദർ മസ്ജിദ് പഴയ കാലത്തുള്ളതാകുന്ന ആലിമീങ്ങളും ഉലമാക്കളും ബഹുന്ദരാകുന്ന തഴവാ ഉസ്താദിന്റെ കരങ്ങളോടുകൂടി ആശീർവാദത്തോടുകൂടി അന്നുള്ളതാകുന്ന മഹൽ വ്യക്തിത്വങ്ങൾ പണിതു തീർത്തതാകുന്ന പള്ളി അതിന്ന് പുനരുദ്ധാരണത്തിന്റെ അവസ്ഥയിലെത്തി നിൽക്കാൻ ഇനി ആര് പണിയും? ദാവൂദ് നബി അലൈഹിസ്സലാം പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സ അത് നിർമ്മിച്ച് അത് ഒരാൾ പൊക്കത്തിലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഇനി ആര് ഈ പള്ളി പണിയും? പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം കടന്നു വരുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഏറ്റെടുക്കുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുലൈമാൻ നബി അലൈഹിസ്സലാം പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയാണ്. വാപ്പ എവിടെ വെച്ചാണോ നിർത്തിയത് ആ വാപ്പയുടെ പ്രിയപ്പെട്ട മകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയാണ്. ജിന്നുകളുടെയും മനുഷ്യരുടെയും സഹായത്തോടുകൂടി സുലൈമാൻ നബി അലൈഹിസ്സലാം മനോഹരമാകുന്ന പള്ളി പരിപൂർണമായി പണിത് പൂർത്തീകരിച്ചു അത്രേ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ആരാ പൂർത്തീകരിച്ചത്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. വേണ്ട സുലൈമാനിക്കാന്ന് വിളിച്ചതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ.